നിങ്ങൾ കണ്ടില്ലേ, തട്ടമിട്ടതിന്റെ പേരിൽ പ്രശ്നം സംഭവിച്ചു. നമ്മുടെ ജില്ലയിലാണ് സംഭവിച്ചത്. ഞാൻ ചോദിക്കട്ടെ, പണ്ഡിതന്മാർ നടത്തുന്ന എത്ര സ്കൂളുകളുണ്ട്? എത്ര സ്കൂളുകളുണ്ട് പണ്ഡിതന്മാരുടെ നേതൃത്വത്തില്? എയ്ഡഡ് ആയ സ്കൂളുകൾ തന്നെ എത്രയുണ്ട്? ഗവൺമെന്റ് സാലറി കൊടുക്കുന്ന സ്കൂളുകൾ, പണ്ഡിതന്മാരുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന സ്കൂളുകൾ. ഞാൻ ഈ ഒരൊറ്റ നൃത്തത്തിൽ 100 എണ്ണം നിങ്ങൾ കണ്ടിത്തരാം. കേരളത്തിലുണ്ട്, മറ്റു സംസ്ഥാനങ്ങളിലുണ്ട്. ചോദിക്കട്ടെ, ഇവിടെയൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങൾ മാത്രമാണോ പഠിക്കുന്നത്? അല്ല. നിങ്ങൾ നോക്ക്, നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള മഹല്ലുകളിൽ തന്നെ എത്രയാണ് മുസ്ലിം മാനേജ്മെന്റ് ഉള്ള സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. അവിടെ വരുന്നത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഹൈന്ദവരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മതമുള്ളവനുണ്ട്, മതമില്ലാത്തവരുണ്ട്. ഇന്ന് വരെ ഹൈന്ദവന്റെ കുട്ടി പൊട്ടിട്ട് വന്നിട്ട് നിന്നെ ഞാൻ ക്ലാസ്സിൽ കയറ്റില്ല, ഈ സംസ്കാരം ഇവിടെ അനുവദിക്കില്ല എന്ന് ഏതെങ്കിലും സ്കൂളിന്റെ മാനേജ്മെന്റ്, ഏതെങ്കിലും ജമാഅത്ത് പരിപാലിക്കുന്ന പ്രസിഡന്റോ സെക്രട്ടറിയോ പറഞ്ഞതായി ഏതെങ്കിലും ഒരു മീഡിയക്ക് തെളിയിക്കാൻ കഴിയുമോ? കഴിയില്ല. ഇസ്ലാമിന്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ മാറ്റി നിർത്തലല്ല, പൊട്ടിട്ടവനെ മാറ്റി നിർത്തലല്ല. അല്ലെങ്കിൽ ശബരിമലയിലേക്ക് പോയിട്ട് കറുത്ത മുണ്ടെടുത്ത് വന്ന് ക്ലാസ്സിൽ വരുന്ന കുട്ടിയെ മാറ്റി നിർത്തലല്ല ഇസ്ലാമിന്റെ സംസ്കാരം. ഇസ്ലാം അങ്ങനെ ഒരു വേർതിരിവ് പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ പറയുന്ന ടീച്ചറമ്മ തന്നെ പറയുന്നത് എങ്ങനെയാ? അവളുടെ മതത്തിന്റെ സംസ്കാരമായ തട്ടമിട്ടുകൊണ്ടാണ്, തട്ടമിട്ട് വന്ന കുട്ടിയെ ക്ലാസ്സിൽ തട്ടമിട്ടത് കൊണ്ട് കയറ്റില്ല എന്ന് പറയുന്നത്. ചുരുങ്ങിയത് ഈ പെണ്ണ് എന്തെങ്കിലും ചെയ്യണം, ഈ ടീച്ചർ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു. അവളുടെ തട്ടമെങ്കിലും അഴിച്ചു വെച്ചത് പറയേണ്ടതായിരുന്നു. അവളെ മതത്തിന്റെ കൃത്യമായ സംസ്കാരം ഉയർത്തിപ്പിടിച്ചിട്ടാ പറയുന്നത് ഈ മുസ്ലിം കുട്ടിയെ ഇവിടെ കയറ്റൂല. കാരണം എന്ത്? ആ മുസ്ലിം കുട്ടി തട്ടമിട്ടിട്ടുണ്ട്. അപ്പൊ ഇവളും തട്ടിട്ടിട്ടാ സംസാരിക്കുന്നത്. ഇത് നമുക്ക് കൃത്യമായിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് രീതിയിലും ഇതിനെ പ്രതിരോധിക്കാൻ അറിയാത്തത് കൊണ്ടല്ലല്ലോ. പക്ഷെ ഇതിനെ സംബന്ധിച്ച് മോശമായിട്ട് ഒരു മുസ്ലിം പണ്ഡിതനും അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ ആരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെയോ അവകാശത്തിന് വേണ്ടി ഇന്ത്യ രാജ്യത്ത് ഇത്തരം പേക്കൂത്തുകൾ സമ്മതിക്കില്ല എന്ന നിലക്ക് നമ്മൾ പ്രക്ഷോഭങ്ങളും പ്രസംഗങ്ങളും അതിനെതിരെ നടത്തിയിട്ടുണ്ട് എന്നല്ലാതെ മോശമായി അതിനെതിരെ ഒരു വാക്കുമാരും സംസാരിച്ചിട്ടില്ല. ഇതെന്താ വെള്ളരിക്ക പട്ടണ പറയുന്ന ഈ ടീച്ചർക്ക് അവളെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നതിന് കുഴപ്പമില്ല. അതേസമയം കടന്നു വന്ന കുട്ടിക്കോ ആ കുട്ടിയുടെ സംസ്കാരം നിലനിർത്താൻ അവകാശവുമില്ല. ഇത് വെള്ളരിക്ക പട്ടണമല്ല. കേരളവും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനാധിപത്യ സംവിധാനമുള്ള രാജ്യമല്ലേ? ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം എന്ന് പറഞ്ഞാൽ സംസ്കാരമുള്ളവനാണ്. അതുകൊണ്ട് അവരുടെ സ്കൂളുകളിൽ മുസ്ലിമീങ്ങൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ മുസ്ലിം മാനേജ്മെന്റുകൾ നേതൃത്വം കൊടുക്കുന്ന സ്കൂളുകളിൽ അന്യമതത്തിലുള്ള ഇതര മത സമുദായത്തിലുള്ള എത്ര കുട്ടികളാണ് പഠിക്കുന്നത്? പെർസെന്റേജ് പരിശോധിക്കട്ടെ, ശതമാനക്കണക്ക് പരിശോധിക്കട്ടെ. അവരിൽ 100 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ 200 കുട്ടികൾ ഇപ്പുറത്ത് പഠിക്കുന്നുണ്ട്. ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഈ എറണാകുളം ജില്ലയിൽ തന്നെ കണ്ടന്തറയിൽ സ്കൂളില്, തണ്ടേക്കാട് സ്കൂളില്, വെങ്ങോലയിൽ സ്കൂളില്, എത്രയെത്ര മഹല്ലുകളിൽ സ്കൂളുകൾ നടക്കുന്നുണ്ട്. അവിടെ മുസ്ലിം മാനേജ്മെന്റ്, പള്ളി കമ്മിറ്റിയല്ലേ അതിന് നേതൃത്വം കൊടുക്കുന്നത്? ആ കമ്മിറ്റി, അതേ നേതൃത്വം കൊടുക്കുന്ന ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്ഥാപനത്തിലേക്ക് മുസ്ലിമീങ്ങൾ അല്ലാത്തവർ വരാൻ പാടില്ല എന്നവരിന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതിന്റെ പേരിൽ അവരെ സ്കൂളുകളിൽ ആക്ഷൻ സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ മതമാണ്, സഹിഷ്ണുതയുടെ മതമാണ്, സംസ്കാരത്തിന്റെ മതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിന്റെ സംസ്കാരം ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ.